ജോയും ആമയും താഴേക്ക് ഇറങ്ങിയപ്പോഴേക്കും എല്ലാവരും ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. ആമയും ജോയും ജെനിയെ നോക്കി. അവൾ മുഖം കുനിച്ചു വെച്ചിരുന്ന് കരയുകയാണ്. മോളെ, ജോ അവളുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു. മരിച്ചു അല്ലേ ചാച്ച? അവൻ പോയി അല്ലേ? അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. സാരമില്ലടാ, അവനൊക്കെ ജീവിച്ചിരുന്നിട്ടും വലിയ ഗുണമൊന്നുമില്ലല്ലോ. പിന്നെന്താ? ജോ അവളുടെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചു. പോട്ടെ, സാരമില്ല ചാച്ച, അവൻ പോട്ടെ അല്ലേടി ആമി? അവൾ ജോയുടെ നെഞ്ചിൽ നിന്നും തലയുയർത്തി ആമിയെ നോക്കി പറഞ്ഞതും ആമി അവളെ കരഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ചു. ജോ വെളിയിലേക്ക് ഇറങ്ങിയതും കണ്ടത് നിക്കുവിനെയാണ്. അവൻ തൂണിൽ ചാരി പുറത്തേക്ക് നോക്കി കയ്യും കെട്ടി നിൽക്കുകയായിരുന്നു. നിക്കു, ജോ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. അവളോട് പറയ് ജോ, ഇങ്ങനെ കരയല്ലേന്ന്. ഞാൻ നോക്കില്ലേടാ അവളെ. അവളുടെ ശരീരം വെച്ച് കളിച്ചവനെ എങ്ങനെയാടാ അവൾക്ക് ഇപ്പോഴും? നിക്കു ജോയെ നോക്കി ചോദിച്ചു. അതൊന്നും അവൾക്കറിയില്ലല്ലോടാ. ആ ഫോട്ടോസൊക്കെ അവൻ്റെ കയ്യിലുണ്ടെന്ന് അവൾക്കറിയില്ലല്ലോ. പിന്നെ അവൾ ചെയ്തത് അത് അവൻ മാത്രമല്ലല്ലോ, അവളും തെറ്റുകാരിയല്ലേ. അവനൊന്ന് മൂളി. നിക്കു, നിനക്ക് അവളോട് ദേഷ്യമാണോ? ജോ സംശയത്തോട് ചോദിച്ചു. എന്താ ജോ, നീ അങ്ങനെയാണോ എന്നെപ്പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അവൾ എൻ്റെ പെണ്ണല്ലേടാ. അവളെ മറ്റാരേക്കാളും മനസ്സിലാക്കി കൂടെ നിൽക്കേണ്ടത് ഞാനല്ലേ? നിക്കു പറഞ്ഞതും ജോ അവനെ ഇറുക്കി പിടിച്ചു. നീ അവളുടെ ഭാഗ്യമാടാ. എൻ്റെ മോള് ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാടാ നിന്നെ അവൾക്ക് ദൈവം കൊടുത്തത്. ജോ കണ്ണീരിൽ കലർന്ന പുഞ്ചിരിയോടെ നിക്കുവിനോട് പറഞ്ഞു. അങ്ങനെയല്ല ജോ, അവൾ എൻ്റെ ഭാഗ്യമാടാ. നീ കണ്ടില്ലേ, അവളെ ഉപദ്രവിച്ചവനെ അവൾ ഇത്രത്തോളം വെറുക്കാതെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ ഒരാളെ സ്നേഹിച്ചാൽ അതെന്തുമാത്രമായിരിക്കും ജോ? അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാനല്ലേടാ ഭാഗ്യവാൻ. ആ വീപ്പക്കുറ്റിയെ എനിക്ക് കിട്ടിയതിൽ ഞാനല്ലേ ദൈവത്തോട് നന്ദി പറയേണ്ടത്? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ജോ അവൻ്റെ കവിളിലൊന്ന് തലോടി. അതിന് അവൻ ജോയെ നോക്കിയൊന്ന് ചിരിച്ചു. നിക്കു, നീ ഇവിടെ ഉണ്ടാകണം. കുറച്ച് പ്രൊസീജിയറൊക്കെ ബാക്കിയുണ്ട്. കസ്റ്റഡി മരണമാണ്. സോ എനിക്കതിൻ്റെ പുറകെ കുറിച്ച് നടക്കേണ്ടി വരും. ആരും അറിയാതെ അവനെ ഞാൻ തീർത്തേനെ. പക്ഷേ എൻ്റെ പെണ്ണിനും പെങ്ങൾക്കും ഞാൻ വാക്കു കൊടുത്തതാ ഞാനായിട്ട് അവനെ ഒന്നും ചെയ്യില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ അവനെ ഒന്നും ചെയ്യാതെ വിട്ടത്. പക്ഷേ ഇത്ര പെട്ടെന്ന് അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാനും കരുതിയില്ല. ജോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഇല്ലടാ, DGP സാറൊക്കെ എൻ്റെ ഒപ്പം ഉണ്ട്. പേടിക്കണ്ട, നീ ഇവിടെ ഉണ്ടാകണം. ഞാനും മനുവും ദേവനും കൂടി അങ്ങോട്ട് പോകുക. ചിലപ്പോൾ ഇന്ന് വരില്ല. പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. എന്നിട്ടേ വീട്ടിലേക്ക് വിടാൻ പറ്റുള്ളൂ. അതിൻ്റെ പുറകെ കുറച്ച് നടക്കേണ്ടി വരും. അങ്കിളും അവരും മാത്രമല്ലേ ഉള്ളൂ. ഇതിൻ്റെ പുറകെ നടക്കാൻ ആരുമില്ലല്ലോ. അവനോടൊന്നും കാണിച്ചില്ലെങ്കിലും ആമിയെ ഒരു പപ്പയെ പോലെ സംരക്ഷിച്ച ആ അങ്കിളിനെ നമ്മൾ ഓർക്കണ്ടേ? ജോ പറഞ്ഞതും നിക്കുവിനും അത് ശരിയാണെന്ന് തോന്നി. ജെസ്സിയെയും അർജുനെയും അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ജെസ്സിയെ വീട്ടിലാക്കിയിട്ട് അർജുൻ അങ്ങോട്ടേക്ക് വരും. ശരിയടാ, ഞങ്ങൾ പോയിട്ട് വരാം. മനു, അവൻ മനുവിനെ വിളിച്ചതും ആമിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന മനു അവളോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. ജോയും ദേവനും മനുവും കൂടി ജിൻസിനെ താമസിപ്പിച്ചിരുന്ന സ്ഥലത്തേക്ക് ചെന്നു. റാം സാർ, പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്ക്. ഓക്കെ സർ. സർ, എന്താ റാം? ജോ സംശയത്തോട് ചോദിച്ചു. അവൻ ഭിത്തിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അതിലവൻ്റെ ബ്ലഡ് കൊണ്ട് സോറി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ജോ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. വൈകിട്ട് പിള്ളേർ സെറ്റ് വിഷമമൊക്കെ മറന്നിട്ട് വൈകിട്ട് ചായ കുടിക്കാൻ ഹാളിൽ കൂടിയിരുന്നു. ജെനി ഒന്ന് ഓക്കെ ആയതും നിക്കു ജെനിയും കുട്ടി പുറത്തേക്ക് പോയി. അനുവും മാമിയും ചിന്നുവും ഹാളിലിരുന്ന് ചായ കുടിക്കാൻ തുടങ്ങിയതും മുൻവശത്തൊരു കാറ് വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങുന്ന ആളിനെ കണ്ട് അനു ഞെട്ടി. അപ്പേ, അപ്പച്ച, അവൾ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്നവരെ കെട്ടിപ്പിടിച്ചു. അനുക്കുട്ട, നിങ്ങളെന്താ പറയാതെ വന്നത്? നേരത്തെ വിളിച്ചിട്ട് കൂടെ ഒന്ന് പറഞ്ഞില്ലല്ലോ. അവൾ മുഖം വീർപ്പിച്ചു. അത് ഞങ്ങളുടെ മോക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതി. അതല്ലേ ഞങ്ങൾ പറയാതെ വന്നത്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നടന്നു പപ്പേ, അവൾ വിഷമത്തോടെ പറഞ്ഞു. ജോ എല്ലാം പറഞ്ഞിരുന്നു. അയാൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ലിസയും ജേക്കബും അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് മനുവും ദേവനും അങ്ങോട്ടേക്ക് വന്നത്. ദേവനെ കണ്ടതും അനുവിൻ്റെ മുഖം മാറി. അവൾ മുഖം വീർപ്പിച്ചു. ദേവനെ കണ്ട അനുവിൻ്റെ പപ്പ ഒന്ന് ചിരിച്ചു. അവനും തിരികെ ചിരിച്ചു. ഇച്ചായൻ എവിടെ ചാച്ച? അവരുടെ കൂടെ ജോയെ കാണാഞ്ഞതും ആമി സംശയത്തോടെ ചോദിച്ചു. വരും മോളെ, എന്തൊക്കെയോ റിപ്പോർട്ടും മറ്റും കൊടുക്കണം, അതാ. മനു അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. ജേക്കബേ, ഇവൾക്ക് ഒരാലോചന വന്നിട്ടുണ്ട്. നല്ല പയ്യനാ, ബിസിനസ്സുകാരനാ. അന്വേഷിച്ചപ്പോൾ നല്ലതാണെന്ന് തോന്നി. ഫോണിൽ കൂടി പറഞ്ഞാൽ ഇവൾ സമ്മതിക്കില്ല. പിന്നെ ആ പയ്യൻ ഇവിടെ അടുത്താ താമസം. അപ്പോൾ ആ പയ്യനെ കൂടെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി. അതാ പെട്ടെന്ന് ഇങ്ങോട്ട്. അനുവിൻ്റെ പപ്പ പറയുന്നത് കേട്ടതും അവൾ ഞെട്ടി ദേവനെ നോക്കി. എന്നാൽ അവിടെ അവന് ഒരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. എങ്ങനെ വന്നതാടാ? ജേക്കബ് സംശയത്തോടെ ചോദിച്ചു. അറിയില്ല, എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഇവളെ മാരേജ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതാ.
എനിക്കിപ്പോൾ കല്യാണം വേണ്ട. അനു ദേഷ്യത്തോടെ ദേവനെ നോക്കി പറഞ്ഞു. നല്ല ആലോചനയെ മോളെ, നിനക്ക് ഇഷ്ടാവും. പപ്പയ്ക്ക് ഉറപ്പുണ്ട്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പപ്പയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. അവൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. മോളീ ഫോട്ടോ എന്ന് നോക്ക്, നല്ല പയ്യനാ, നോക്കിക്കേ. അയാൾ ഫോണെടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴും അവളുടെ കണ്ണുകൾ ദേവന്റെ മുഖത്തായിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ അവൻ ടി വിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഓടിച്ചെന്ന് അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു. അവൻ ഞെട്ടിപ്പോയെങ്കിലും പിന്നെ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങൾക്ക് എന്നെ വേണ്ടയോ മനുഷ്യ? വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ എന്നെ തോന്നുമ്പോൾ കിസ് ചെയ്യാൻ വരുന്നത്? ഞാൻ കിസ് തരുമ്പോൾ നിന്ന് തരുന്നത് എന്തിനാ? എന്നെ ലിപ്ലോക്ക് ചെയ്യുന്നത് എന്തിനാ? എന്നെ കടിക്കുന്നത് എന്തിനാ? എന്നെ മാ. അത് പറയാൻ തുടങ്ങിയതും ദേവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി. എല്ലാവരും എന്തോ അപരാധം കേട്ടതുപോലെ ഞെട്ടി നിൽക്കുകയാണ്. നിനക്ക് എന്താടി പിശാശെ നാവിന് ലൈസൻസ് ഇല്ലാതെ ഓരോന്നും വിളിച്ച് കൂവുന്നത്? അവൻ ദേഷ്യത്തോടെ പതിയെ ചോദിച്ചു. എന്നും വേദാലോ? അവൾ പൊത്തിപ്പിടിച്ചിരിക്കുന്ന വാ കൊണ്ട് പറഞ്ഞു. എന്തോന്ന്? ദേവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ കയ്യിലേക്ക് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചു. വാ തുറന്ന് പറയടി. ദേവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു മാറ്റി. വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് എന്തു ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ ഈ ഭാഷയല്ലാതെ കൊങ്ങിണി പറയാൻ പറ്റുമോ മനുഷ്യ? അവളും ദേഷ്യത്തോടെ ചോദിച്ചു. അനു. അവളുടെ പപ്പ അവളെ വിളിച്ചതും അവൾ എല്ലാവരെയും ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് ദേവന്റെ മടിയിൽ നിന്നും എഴുന്നേറ്റു. എന്താ അനു? അയാൾ ചോദിച്ചു. അവൾ വീണ്ടും ദേവനെ നോക്കി. എവിടെ? വീണ്ടും അവൻ ടി വിയിൽ തന്നെ. അത് കണ്ടതും അവൾക്കങ്ങ് പെരുത്ത് കയറി. അവൾ വീണ്ടും ചാടിക്കേറി അവൻ്റെ മടിയിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടു. ഇവളെന്താ ചെയ്യുന്നതെന്ന് എല്ലാവരും ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ അവൾ അവൻ്റെ കവിളിൽ ചുണ്ടുകൾ ചേർത്ത് അമർത്തിയൊന്ന് മുത്തി. എന്നിട്ട് അവൾ പപ്പയുടെ അടുത്തേക്ക് നടന്നു. ദേവനാണെങ്കിൽ ഇവിടെ ആരാ പടക്കം പൊട്ടിച്ചതെന്ന രീതിയിൽ എല്ലാവരെയും നോക്കി. എല്ലാവരും അവളുടെ പ്രവൃത്തിയിൽ വായും തുറന്ന് നിൽക്കുകയാണ്. പപ്പേ, എനിക്ക് ഈ ദേവേട്ടനെ ഇഷ്ടമാണ്. ഞാൻ ദേവേട്ടനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. വേറെ ആരെയും എനിക്ക് വേണ്ട. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോൾ ഈ ചെക്കൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. അല്ല മോളെ, അവനെ ഒന്ന് കണ്ടിട്ട് എനിക്ക് കാണണ്ട. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. മോളെ, ഞങ്ങൾ വാക്കു കൊടുത്തു പോയി നിന്നെ വന്ന് കാണാൻ. ഇനി അതെങ്ങനെയാ? അയാൾ ദയനീയമായി അവളോട് പറഞ്ഞു. പപ്പയ്ക്ക് വയ്യെങ്കിൽ അയാളുടെ നമ്പർ ഇങ്ങ് താ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അവൾ പറഞ്ഞുകൊണ്ട് കൈകൾ നീട്ടി. അയാൾ ആ പയ്യൻ്റെ നമ്പർ എടുത്ത് അവൾക്ക് കൊടുത്തു. അവൾ അത് ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. അവളുടെ ചെവിയിൽ ബെല്ല് പോയതും ഹാളിൽ മൊബൈൽ റിങ് ചെയ്യാൻ തുടങ്ങി. ദേവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. എന്താടി പിശാശേ? അവൻ എടുത്ത പാടി പറഞ്ഞതും ഇത്തവണ റിലേ അടിച്ചു പോയത് അനുവിൻ്റെ ആയിരുന്നു. അവൾ വായും തുറന്ന് അവനെ നോക്കി. ആ വായടച്ചോകടി പട്ടി, അല്ലെങ്കിൽ ഈച്ച കയറി പോകും. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ വായടച്ചു. അവൾ എല്ലാവരെയും ഒന്ന് നോക്കി. എല്ലാവരും അവളെ നോക്കി അടക്കി ചിരിക്കുകയാണ്, ചിന്നു മാമി ഉൾപ്പെടെ. എല്ലാം ദേവന്റെ പ്ലാനായിരുന്നു മോളെ. സുഭദ്ര അവളെ നോക്കി പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് ആമിയും ചിന്നുവിനെ നോക്കി. ഇച്ചായം പറഞ്ഞായിരുന്നടി. ആമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മനുവേട്ടനും പറഞ്ഞായിരുന്നു. ചിന്നുവും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അനു എല്ലാവരെയും ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് ചാടിത്തുള്ളി കയറിപ്പോയി. എല്ലാവരും ദേവനെ നോക്കി. അതിനെ ഞാൻ മെരുക്കി എടുത്തോളാം, നിങ്ങളിരിക്കെ. അവൻ ചിരിച്ചു പറഞ്ഞുകൊണ്ട് മുണ്ടുമടക്കി കുത്തി മുറിയിലേക്ക് നടന്നു. ദേവൻ മുറിയിൽ ചെന്നപ്പോൾ അനു കട്ടിലിൽ കിടക്കുകയാണ്. കമഴ്ന്നാണ് കിടക്കുന്നത്. അവൻ ചിരിച്ചുകൊണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അനുക്കുട്ട. അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വിളിച്ചു. അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈകൾ തട്ടിമാറ്റി. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ പുറത്തേക്ക് അമർന്ന് അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു. എഴുന്നേക്കടോ കാല, നിങ്ങളുടെ ഈ ശരീരം താങ്ങാനൊന്നും എനിക്ക് പറ്റില്ല. ശ്വാസം മുട്ടുന്നു. എഴുന്നേറ്റ് മാറങ്ങോട്ട്. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. ആഹാ, അത്രയ്ക്കായോ? അതും പറഞ്ഞ് അവൻ ഒന്നുകൂടി അവളെ മുറുക്കി പിടിച്ചു. അങ്ങോട്ട് മാറിക്കിടക്ക് കാമദേവൻ. അവൾ കൈമുട്ടുകൊണ്ട് അവൻ്റെ നെഞ്ചിലിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ. അവൻ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. എന്താ ദേവേട്ടാ, വേദനിച്ചോ? അവൾ ചാടി എഴുന്നേറ്റ് ഷർട്ട് വകഞ്ഞു മാറ്റി അവൻ്റെ നെഞ്ചിൽ തടവിക്കൊടുത്തുകൊണ്ട് ചോദിച്ചു. വേദനിച്ചു. അവൻ വിഷമം നടിച്ച് അവിടെ തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. സോറി ദേവേട്ടാ, സോറി. അവൾ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ നിറച്ച് അവൻ്റെ നെഞ്ചിൽ തടവി. വേദനിച്ചത് എനിക്കല്ലേ, അതിന് നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അവൾ കരയുന്നത് കണ്ട് അവൻ ചോദിച്ചു. സോറി, ഞാൻ അറിയാതെ. അതും പറഞ്ഞ് അവൾ അവനെ ഇറുക്കി പിടിച്ചു. അയ്യേ, എൻ്റെ പെണ്ണ് ഇത്രേ ഉള്ളോ? ഞാൻ കരുതി നീ ഒരു പുലിക്കുട്ടിയായിരിക്കുമെന്ന്. ഇതൊരുമാതിരി മോങ്ങാനിരിക്കുന്ന നായയുടെ മേളിൽ തേങ്ങ വീണത് മാതിരി ഇരുന്ന് മോങ്ങുന്നു. അവൻ അവളെ കളിയാക്കി. അവൾ അതിനൊന്നും മിണ്ടിയില്ല. എന്താടി, വല്ലതും പറയേ. ഇങ്ങനെ ഇരിക്കുന്ന അനുവിനെ എനിക്ക് ഇഷ്ടമല്ല, കേട്ടല്ലോ. അവൻ കപടദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. ഇനി എന്നെ അവോയ്ഡ് ചെയ്യല്ലേ ദേവേട്ട, എനിക്ക് പറ്റില്ല. ദേവേട്ടൻ എന്നെ അവോയ്ഡ് ചെയ്യുമ്പോൾ ഞാൻ ചത്തുപോകുന്നത് പോലെ തോന്നുക. ശ്വാസം എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാ. അപ്പോൾ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി നിറകണ്ണുകളോടെ അവനെ നോക്കി പറഞ്ഞു.
എടി ഇങ്ങനെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നത്, അല്ലാതെ എൻ്റെ പെണ്ണിനെ ഞാൻ എന്തിനാ വേണ്ടെന്ന് വെക്കുന്നേ? അവൻ അവളെ ചേർത്ത് പിടിച്ച് കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മാരേജ് ഉടനെ കാണുമോ? അവൾ കണ്ണുകൾ ഉയർത്തി ചോദിച്ചു. വേണോ? അവൻ കുസൃതി ചിരിയോടെ ചോദിച്ചു. വേണം. അവൾ അവനെ ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവനും അവളെ ചേർത്ത് പിടിച്ചു. അനു. അവൾ അവൻ്റെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് മൂളി. ഞാൻ നാളെ വൈകിട്ട് തിരികെ മൂന്നാർക്ക് പോകും. എന്താ? അവൾ ഞെട്ടി കണ്ണുകൾ ഉയർത്തി നോക്കി. എനിക്ക് പോണം മോളെ, ഒരുപാട് ദിവസമായില്ലേ വന്നിട്ട്, ഒരുപാട് ജോലിയുണ്ട് ചെയ്ത് തീർക്കാൻ. അപ്പോൾ മാരേജ് അടുത്ത ആഴ്ച നടത്താം. ഞങ്ങൾക്കങ്ങനെ വിളിക്കാൻ ആരുമില്ല, ഞാനും അമ്മയും മാത്രം. നിങ്ങൾക്ക് ആളുകളുണ്ടല്ലോ. ഞാനത് നിൻ്റെ പപ്പയോട് ചോദിച്ചു. പപ്പ കുഴപ്പമില്ലെന്നാ പറയുന്നേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് മാരേജ് നടത്താം. നിൻ്റെ പപ്പ എല്ലാവരെയും കൂട്ടി പിന്നെ റിസപ്ഷൻ നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ പാർട്ട്നേഴ്സിനെ വിളിക്കുന്നുണ്ട്. നമുക്ക് പരസ്പരം അറിയാലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ മാരേജ് നീട്ടേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലടി. എനിക്ക് നിന്നെ വേണം എൻ്റെ കൂടെ. നിൻ്റെ ഈ കലപില ശബ്ദം കേൾക്കാതെ എനിക്ക് ഉറക്കം പോലും വരില്ല. നിന്നെ കൊണ്ടുപോകാനാ പപ്പയും അപ്പച്ചനും വന്നത്. നിങ്ങളും നാളെ തിരികെ പോകും. എന്നിട്ട് അടുത്ത ആഴ്ച നിങ്ങൾ മൂന്നാർ വരും. അവിടെ വെച്ചാ വിവാഹം. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അതൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. എന്തേ? എന്നോടാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അവൾ മുഖം വീർപ്പിച്ചു. ഇപ്പം പറഞ്ഞില്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇപ്പോഴല്ലേ പറഞ്ഞേ? എങ്കിൽ പിന്നെ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അവൾ വീണ്ടും അവനെ നോക്കി മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ഫസ്റ്റ് നൈറ്റ് പറയുമല്ല മോളെ, എനിക്ക് അധ്വാനിക്കാനുള്ളതാ. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുടികൾ മാടി ഒതുക്കി. അയ്യ, അതിന് ഞാൻ അടുപ്പിച്ചിട്ട് വേണ്ടേ അധ്വാനിക്കാൻ? അവൾ ചിരിച്ചുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അപ്പോഴേക്കും അവളുടെ കയ്യിൽ പിടിവീണിരുന്നു. അതിനെ നീ അടുപ്പിക്കണ്ട, ഞാൻ അടുപ്പിച്ചോളാം. അവൻ പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് കട്ടിലിലേക്ക് മറിഞ്ഞു. ദേവേട്ടാ, ഹാളിൽ എല്ലാവരും ഉണ്ട്. ഇപ്പം തന്നെ കുറേ നേരമായി. അവരെന്ത് വിചാരിക്കും? വാ, നമുക്ക് അങ്ങോട്ട് പോകാം. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആരാ ഈ പറയുന്നേ? കുറച്ചു മുമ്പ് അവിടെ എന്തായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ ഷോ, എന്നിട്ട് ഇപ്പം എല്ലാവരും കാണുമെന്ന് അല്ലേ? അവൻ കപടദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അത് പിന്നെ ഒരു വാശിക്ക് അവൾ ഇളിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും ഇവിടെ വരെ വന്നില്ലേ കുട്ടാ, ഒരു കിസ്സെങ്കിലും തന്നിട്ട് പോടി. അടുത്ത ആഴ്ച വരെ എനിക്കൊന്ന് പിടിച്ചു നിൽക്കാൻ. അവൻ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു. അവൻ അവളുടെ കവളിൽ പിടിച്ച് അവളുടെ മുഖം അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ ചേർത്തു. ദേവൻ അനുവിനെയും കൊണ്ട് പോയതും മനു ചിന്നുവിനെ കണ്ണു കാണിച്ചിട്ട് ബാൽക്കണിയിലേക്ക് നടന്നു. മുതിർന്നവരോരോ ചർച്ചയെ തിരിഞ്ഞപ്പോൾ ചിന്നുവും പതിയെ അവിടുന്ന് എസ്കേപ്പ് അടിച്ചു. അവൾ മനുവിനെ നോക്കി ചെന്നപ്പോൾ അവൻ ബാൽക്കണിയിൽ റെയിലിങ്ങിൽ പിടിച്ച് പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അവൾ പുറകിൽ കൂടി അവനെ ഇറുക്കി പിടിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു. അവൾ ചിരിയോടെ അവനെ നോക്കിയതും അവൻ അവളെ ഇറുക്കി പിടിച്ചു. അവളും ഒന്നും മിണ്ടാതെ അവനെ ചേർത്തു പിടിച്ചു. സോറി, അവൻ അവളുടെ കവളിലൊന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി സംശയത്തോടെ അവനെ നോക്കി. ഇത്രയും ദിവസം നിന്നോടൊന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. അതൊന്നും സാരമില്ല മനുവേട്ടാ. മനുവേട്ടൻ്റെ പെങ്ങളുടെ കാര്യം മനുവേട്ടനല്ലാതെ ആരാ നോക്കേണ്ടത്? അത് മനുവേട്ടൻ്റെ കടമയല്ലേ. പിന്നെന്താ? എന്നായാലും മനുവേട്ടൻ എൻ്റേതല്ലേ. ഭാര്യയെപ്പോലെ തന്നെയാണ് മനുവേട്ട ഒരാളുടെ ജീവിതത്തിൽ പെങ്ങളും. എന്നാൽ ഭാര്യ ഭാര്യയും പെങ്ങള് പെങ്ങളുമാണ്. എൻ്റെ ഭാഗ്യമാടി നീ. ശരിക്കും പറഞ്ഞാൽ നിന്നെപ്പോലെ ഒരു പെണ്ണുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. എന്നെ ഇത്രത്തോളം മനസ്സിലാക്കാൻ വേറെ ആർക്കും കഴിയില്ല. അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അതിന് അവളൊന്ന് പുഞ്ചിരിച്ചു. മനുവേട്ട, നമ്മുടെ വിവാഹം എപ്പോഴാ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഞാൻ ജോയോട് സംസാരിച്ചിരുന്നു. അവൻ പറയുന്നത് ദേവൻ്റെയും അനുവിൻ്റെയും വിവാഹത്തിന് എന്തായാലും നമ്മൾ മൂന്നാർ പോകേണ്ടി വരും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് ജെനിയുടെയും നിക്കുവിൻ്റെയും നടത്താമെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെയും നടത്തണമെന്നാണ് എനിക്ക്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് നിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നിന്നെ എന്തായാലും കൊണ്ടാക്കണമല്ലോ. അപ്പോൾ അച്ഛനോടും അമ്മയോടും സംസാരിക്കാം. അവരെന്താ പറയുന്നത് നോക്കട്ടെ. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ മൂന്നാർക്ക് പോകുമ്പോഴേ കാണുള്ളൂ അല്ലേ? അവൾ വിഷമത്തോടെ ചോദിച്ചു. അതിനിപ്പോൾ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. നമുക്കൊന്നിച്ചു പോകാം. അതിൻ്റെ തലേന്ന് നീങ്ങി വരില്ലേ? പിന്നെന്താ? അവൾ മൂളിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ചിന്നു, നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന്? അതെന്താ മനുവേട്ടൻ അങ്ങനെ പറയുന്നേ? അതല്ല, ദേവനും ജോയും അവരെ സ്നേഹിക്കുന്നത് പോലെ അങ്ങനെ കിസ്സിങ്ങും കാര്യങ്ങളും നമുക്കിടയിൽ അധികം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ നിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തേലും ഞാൻ റൊമാൻറ്റിക് അല്ലെന്നോ സ്നേഹിക്കുന്നില്ലെന്നോ അങ്ങനെ നിങ്ങൾ പരസ്പരം എല്ലാം പറയില്ലേ? അതുകൊണ്ട് ചോദിച്ചതാ.
അങ്ങനെയൊന്നുമില്ല മനുവേട്ടാ. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ സ്നേഹം കാണിക്കുന്നത്. മനുവേട്ടൻ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ സ്നേഹത്തിൽ ഞാൻ തൃപ്തയാണ് മനുവേട്ടാ. എനിക്കതിലൊരു വിഷമവും ഇല്ല. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവനോട് ചേർത്തു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനെ ഇറുക്കി പിടിച്ചു. പരസ്പരം പറയാതെ മനസ്സിലാക്കിയ രണ്ടുപേർ. അതായിരുന്നു അവർ.